സിതാര ചേച്ചി നന്നായിട്ട് പാടി. താങ്ക് യു ചേച്ചി. നല്ലൊരു മൂഡുണ്ടായിരുന്നു, വളരെ ലൈവ്ലി ആയിരുന്നു സ്റ്റേജിൽ. പിന്നെ എനിക്ക് കനവാണ് എന്നുള്ള സംഗതിയില്ലേ, അത് ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അത് ഒറിജിനൽ പാടിയിരിക്കുന്നത്. മോള് കുറച്ചുകൂടെ ഒരു ഇതാക്കിയെന്ന് തോന്നുന്നു എനിക്ക്. ഏതു നേരവും കനവാണ് കനവാണ് ഒരു സ്റ്റൈൽ, ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അതാ പാടിയിരിക്കുന്നത്. അപ്പം അതിനൊരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. അത് അങ്ങനെ പാടാമായിരുന്നു, ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ പാടായിരുന്നു. പിന്നെ ലാസ്റ്റ് പലവിൽ ഒരു ചെറിയ മാറിൽ മഞ്ചാടി, ആ മഞ്ചാടി കുറച്ച് ശ്രുതി തോന്നി, സിതാരയ്ക്ക് തോന്നിയോ പാടുമ്പോൾ? അങ്ങനെ ഒന്നിട്ട് ചെറിയ ചെറിയ പ്രോബ്ലംസ് തോന്നി എന്നുള്ളതല്ലാതെ ബാക്കി ആ കൂടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. സിതാര, സർ എനിക്ക് ഈ പാട്ട് നല്ല പാട്ടാണ്. എനിക്ക് സിതാര ഇടുന്ന, പക്ഷേ ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെക്റ്റഡ് ഇങ്ങനത്തെ ഒരു സെലക്ഷൻ ഓഫ് സോങ്. അതുകൊണ്ട് ഒന്നും ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നിയില്ല. ഇറ്റ്സ് നൈസ്. പാടിയതിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ചില സ്ഥലത്ത് ചെറിയ എറേഴ്സ് തോന്നി, പക്ഷെ അതൊന്നും സിതാരയ്ക്ക് മനസ്സിലാവാത്തതല്ല. പാടുന്ന സമയത്ത് നാച്ചുറലായിട്ട് അറിയാതെ വന്നു പോയ കാര്യങ്ങളാണെന്ന് മനസ്സിലായി. എനിക്ക് ആകെ ഒരു മെയിനായിട്ടൊരു തോന്നിയൊരു പ്രശ്നം, ഒരു ഒത്തൻറ്റിക് മുസ്ലിം ടച്ച് ചിത്ര ചേച്ചി പറഞ്ഞതുപോലെ തന്നെ കുറവുണ്ടായിരുന്നു പാട്ടിൽ. ഇത് വളരെ ഒരു ശരിക്കും ഒരു സിനിമ സ്റ്റൈൽ ഇത് ആക്ച്വലി ഇറ്റ്സ് എ സിനിമ സോങ് അല്ലേ? യാ, പക്ഷേ ഇറ്റ്സ് പ്യൂർലി സിനിമാറ്റിക് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ആ ഒരു മുസ്ലിം ടച്ച് അതിൻ്റെ അകത്ത്. ഇപ്പം ചില സംഗതികൾ ഇപ്പം ചിത്ര ചേച്ചി കാണിച്ചു തന്നു, ഒരു ഫ്ലാറ്റായിട്ട് പാടുന്നത്, അങ്ങനെ വരുമ്പോഴാണ് ആ മൂഡ് കറക്റ്റ് ആവുന്നത്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ സിതാര ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നിയുള്ളൂ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഞാൻ സിതാര വരുന്നതിന് മുമ്പേ എക്സ്പെക്ട് ചെയ്തത് എങ്ങനെ അതുപോലെ. പക്ഷെ ഞാൻ സിതാരയുടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് എവറി എൻട്രി യു മേക്ക് ഷുഡ് ബി വിത്ത് സംതിങ് എക്സൈറ്റിംഗ് ആൻഡ് സർപ്രൈസിങ് ആൻഡ് സംതിങ് നമ്മൾ കാണാത്ത ഓരോരോ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായിട്ടും എന്താണ് നല്ലതെന്ന് എനിക്കും പറയാൻ പറ്റും. ബിക്കോസ് സിതാര ഓൾറെഡി നന്നായിട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദീപുവിൻ്റെ ഒരു പ്രധാന പോയിന്റ് അതായിരുന്നു. സിതാര ഇപ്പോഴേ നല്ല സേഫ് സൈഡിലാണ് നിൽക്കുന്നത്. എന്തെങ്കിലും പുതുതായിട്ട് സിതാരയ്ക്ക് ചെയ്യാം, പ്രത്യേകിച്ച് ഫാസ്റ്റ് റൗണ്ടാണ്, എന്തെങ്കിലും പുതുമകൾ കാണിക്കാം. ഇതിന് മുകളിൽ സിതാരയുടെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോഴേ ഫാസ്റ്റ് റൗണ്ടിൽ സത്യത്തിൽ സോങ് സെലക്ഷൻ്റെ ആയിട്ട് ഞാൻ പറയുന്നില്ല, കുറച്ചുകൂടെ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരാറുണ്ട്, പുതിയ എന്തെങ്കിലും ടൈപ്പ് ഓഫ് മലയാളം പാട്ടെടുത്തിട്ട്. ഇതല്ലാത്ത സിംഗിങ് എല്ലാം സിതാരയുടെ നിന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ സ്വന്തമായിട്ട് തന്നെ സിതാരയുടെ സിംഗിങ്ങിൽ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. സ്വയമായിട്ടൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്, സിതാരയ്ക്ക് കഴിയുമെന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ എന്തെങ്കിലും പുതിയത് ഈ ഫാസ്റ്റ് റൗണ്ടിൽ ചെയ്യാമായിരുന്നു വേണമെങ്കിൽ. ഇത് ഒരു നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഓൾറെഡി നമ്മളിത് കേട്ട ഒരു പരിചയം തോന്നുന്നു. പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് വേണമെങ്കിൽ ഈ റൗണ്ടിൽ ചെയ്യാമായിരുന്നു കേട്ടോ. ശരി, താങ്ക് യു സർ. നൈസ് ആൻഡ് ക്ലീൻ ആസ് ഓൾവേസ്, പറയേണ്ട ആവശ്യമില്ല. എന്തായാലും മാർക്സ് എത്രയുണ്ടെന്ന് നോക്കാം. ചേച്ചി 40-ൽ 34 ഔട്ട് ഓഫ് 40. ദീപകേട്ടാ 22 ഔട്ട് ഓഫ് 30. ജാസേട്ടാ 23 ഔട്ട് ഓഫ് 30. ഇപ്പൊ സിത്താരയ്ക്ക് മലയാളം ഫാസ്റ്റ് സോങ്സ് റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത് 79 മാർക്സ്. ഹാപ്പിയാണോ? നിങ്ങൾക്ക് ഇത്രയൊക്കെ മതിയല്ലേ? അല്ല, നല്ല മാർക്കാണ്. അത്ര ചെറിയ പാട്ടും അല്ലേ, കുറച്ചല്ലേ പാടാനുള്ളൂ. നീ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ജഡ്ജസ്. നെക്സ്റ്റ് റൗണ്ടിൽ എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടുമായിട്ട് വരും. ഓക്കെ ഗുഡ്. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ, സിത്താര നെക്സ്റ്റ് റൗണ്ടിൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്താനിരിക്കുകയാണ്. സോ പ്ലീസ് ഡു വോട്ട് ഫോർ ഹർ. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള വൺ ഓഫ് ആ പോസിബിൾ കണ്ടസ്റ്റൻസ്. അപ്പോൾ സിത്താരയ്ക്ക് ഇനി മുന്നോട്ട് നീങ്ങണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും വോട്ട് വേണം.